ലബനനിൽ കടന്ന ഇസ്രയേലിന് അടിതെറ്റിയിരിക്കുന്നു. 8 സൈനികരാണ് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 1 ഡസനോളം സൈനികർക്ക് പരിക്ക് പറ്റിയെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ലബനൻ ആർമി പറയുന്നത് ഇസ്രായേൽ ബ്ലൂ ലൈൻ ക്രോസ് ചെയ്തു. ബ്ലൂ ലൈൻ എന്ന് വെച്ചാൽ നോർത്തേൺ ഇസ്രായേലും സദേൺ ലബനനെയും വേർതിരിക്കുന്ന ലൈനാണ്. ആ ലൈൻ ക്രോസ് ചെയ്താണ് ഇസ്രായേൽ ലബനനിൽ ആക്രമണം അഴിച്ചുവിടുന്നത് എന്നാണ് ഹിസ്ബുള്ള പറയുന്നത്. 8 ഹെലികോപ്റ്ററുകളാണ് സൈനികരുടെ മൃതദേഹവുമായി ഹൈഫയിലെ മെയിൻ ആശുപത്രി, അതായത് ഇസ്രായേലിലുള്ള ഒരു മെയിൻ ആശുപത്രിയാണ്, അവിടെ എത്തിച്ചതായാണ് പറയപ്പെടുന്നത്. 400 മീറ്റർ ഉള്ളിലേക്ക് ബ്ലൂ ലൈൻ കടന്നു വന്നപ്പോഴാണ് ഇസ്രായേൽ സംഘത്തിന് ഈ രീതിയിലുള്ള ആക്രമണം നേരിടേണ്ടി വന്നത്. ബുധനാഴ്ചയാണ് സംഭവം നടക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇസ്രായേൽ ലബനനിലേക്ക് കടന്നതിൻ്റെ 3-ാം നാൾ. സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നത് 2 സെപ്പറേറ്റ് ഇൻസിഡൻറ്റിലാണ്. IDF തങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള ഫൈറ്റേഴ്സ് നടത്തിയ ഈ അറ്റാക്കിനെ കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തിയിട്ടില്ല. മുമ്പ് ഇസ്രായേൽ സദേൺ ലബനനിൽ, അതായത് ഇസ്രായേൽ സോൾജേഴ്സ് ലബനനിലേക്ക് കടക്കാൻ പോകുന്ന സ്ഥലത്തെ ജനങ്ങളോട് നോർത്തേൺ പാർട്ട് ഓഫ് ഇസ്രായേലിലേക്ക് പോകാനായി ആവശ്യപ്പെട്ടിരുന്നു. എന്നിട്ട് ഹിസ്ബുള്ളയെ അറ്റാക്ക് ചെയ്ത് അവരുടെ വെപ്പൺ നശിപ്പിക്കാം എന്ന് കരുതിയ ഇടത്ത് നിന്നാണ് ഇസ്രായേലിന് ഈ വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. പുതുതായി സദേൺ ലബനനിലെ 24 ടൗണിലുള്ള ജനങ്ങളോട് ഇവാക്യുവേറ്റ് ചെയ്ത് പോകാനായിട്ടാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് തിങ്കളാഴ്ച 28 വില്ലേജ് ഒഴിഞ്ഞു പോകണം എന്ന് മുന്നറിയിപ്പും ഇസ്രായേൽ നൽകിയിരുന്നു. അജയ്യരാണ് ഇസ്രായേൽ എന്ന് കരുതിയിരുന്നിടത്താണ് ഇങ്ങനെ ഒരു ആൾനാശം ഇസ്രായേലിന് സംഭവിച്ചിരിക്കുന്നത്. നമസ്കാരം.